ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് LGS എക്സാം എഴുതുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തുടങ്ങിയ പരീക്ഷ എഴുതുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം എവിടെയാണ് വരുന്നത്? നേവി മുംബൈയിലാണ് കേട്ടോ. ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം എവിടെയാണ്? നേവി മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നേവി മുംബൈയിലാണ് വരുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കുക, കർഷക ആത്മഹത്യയാണ്. അപ്പോൾ നോട്ട് ചെയ്യുക, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ കർഷക ആത്മഹത്യ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാവൽ ലിറ്ററസി ഫെസ്റ്റിവൽ ഏതാണ്? യാനമാണ്. നമ്മുടെ കേരളത്തിൽ വെച്ചാണ് യാന ഫെസ്റ്റിവൽ നടന്നത്, വർക്കലയിലാണ് നടന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരള ടൂറിസം വകുപ്പാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തിയത്. അപ്പോൾ പഠിച്ചു നോക്കുക, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ട്രാവൽ ലിറ്ററസി ഫെസ്റ്റിവൽ എവിടെയാണ്? ട്രാവൽ ലിറ്ററസി ഫെസ്റ്റിവൽ ഏതാണ്? യാനം ഫെസ്റ്റിവലാണ്. അത് നടന്നത് വർക്കലയിലാണ് കേട്ടോ, വർക്കലയിലാണ്. പഠിച്ചു നോക്കുക. അടുത്ത ചോദ്യം, കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2 ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക, കിഴക്കൻ അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രം ഏതാണ്? മൈത്രി 2 ആണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസം ഏതാണ്? സമുദ്ര ശക്തിയാണ് കേട്ടോ. അപ്പോൾ കടലിൽ വെച്ചില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സമുദ്ര ശക്തിയാണ്. അപ്പോൾ പഠിച്ചു നോക്കുക, അടുത്തിടെ ഇന്ത്യയും ഇന്തോനേഷ്യയും ചേർന്ന് വിശാഖപട്ടണത്ത് വെച്ച് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസത്തിന്റെ പേരെന്താണ്? സമുദ്ര ശക്തി. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സ്പേസ് എക്സ് സ്ഥാപകനായ എലോൺ മസ്ക് അവതരിപ്പിച്ച AI എൻസൈക്ലോപീഡിയയുടെ പേരെന്താണ്? ഗ്രോക്ക്പീഡിയ കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക, സ്പേസ് എക്സ് സ്ഥാപകനായിട്ടുള്ള എലോൺ മസ്ക് അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻസൈക്ലോപീഡിയ അഥവാ AI എൻസൈക്ലോപീഡിയയുടെ പേരെന്താണ്? ഗ്രോക്ക്പീഡിയ. കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം ഏതാണ്? എ പ്രഗ്നന്റ് വിഡോ കേട്ടോ. എ പ്രഗ്നന്റ് വിഡോ പഠിച്ചു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ എന്താണ്? കൊൽക്കത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രം ഏതാണ്? എ പ്രഗ്നന്റ് വിഡോ. അടുത്തത്, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേള ഇടയ്ക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ് കേട്ടോ. അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജു സാംസൺ ആണ്. അതുപോലെ തന്നെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? സിനിമാ നടിയായിട്ടുള്ള കീർത്തി സുരേഷാണ്. അപ്പോൾ ഇന്നിവിടെ പറയാം, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗുഡ് വിൽ അംബാസിഡർ ആരാണ്? കീർത്തി സുരേഷാണ്. അതുപോലെ തന്നെ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഓവറോൾ ചാമ്പ്യന്മാരാരാണ്? തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാർ. അതുപോലെ തന്നെ അത്ലറ്റിക് ചാമ്പ്യന്മാരാരാണ്? മലപ്പുറം ജില്ലയാണ്. അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചോണേ, 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഓവറോൾ ചാമ്പ്യന്മാരാരാണ്? തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ അത്ലറ്റിക് വിഭാഗത്തിലെ ചാമ്പ്യന്മാരാരാണ്? മലപ്പുറം ജില്ലയാണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? മോൻതാ ചുഴലിക്കാറ്റ് കേട്ടോ. അപ്പോൾ അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? മോൻതാ ചുഴലിക്കാറ്റാണ്. അടുത്ത പോയിന്റിലോട്ട് പോവാം. 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് ഉറപ്പിക്കാം. അപ്പോൾ പഠിച്ചു വെച്ചോളൂ, 3 പ്രധാന അവയവങ്ങൾ ഒരേ സമയം മാറ്റിവെച്ച രാജ്യത്തെ ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ്? കോട്ടയം മെഡിക്കൽ കോളേജാണ്. ആസിയാൻ കൂട്ടായ്മയിൽ 11ാമത്തെ അംഗരാജ്യമായത് ഏത് രാജ്യമാണ്? കിഴക്കൻ ടിമോറാണ് കേട്ടോ. പഠിച്ചു വെക്കുക, ആസിയാൻ കൂട്ടായ്മയിൽ 11ാമത്തെ അംഗരാജ്യമായത് ഏത് രാജ്യമാണ്? കിഴക്കൻ ടിമോറാണ് കേട്ടോ. അടുത്തത്, ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം ഏതാണ്?
തിരഞ്ഞെടുത്ത ഏത് സംസ്ഥാനമാണ്? കേരളമാണ്, നമ്മുടെ കേരളമാണ്. അപ്പോൾ ഏറ്റവും മികച്ച സാമൂഹിക നിലവാരമുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ് കേട്ടോ, NS മാധവനാണ്. പഠിച്ചു വെക്കുക. പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ആർക്കാണ്? NS മാധവനാണ്, NS മാധവനാണ്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ലാഹോറാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരം ഏതാണ്? ലാഹോറാണ്. അത് പാകിസ്ഥാനിലാണ് ലാഹോർ വരുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡർ ആരാണ്? നടിയായിട്ടുള്ള ദീപിക പദുക്കോണാണ്. പഠിച്ചു വെക്കുക. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ പ്രഥമ മാനസികാരോഗ്യ അംബാസിഡർ ആരാണ്? ദീപിക പദുക്കോണാണ് കേട്ടോ, ദീപിക പദുക്കോണാണ്. അതിൽ തുടർന്ന് എനിക്കൊരു ചോദ്യം ചോദിക്കാറുണ്ട്. നിലവിലെ കേന്ദ്രത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത പോയിന്റ് നോക്കാം. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കേട്ടോ. റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? സനൈ തക്കാച്ചിയാണ് കേട്ടോ, സനൈ തക്കാച്ചിയാണ്. അപ്പോൾ പഠിച്ചു വെക്കുക. അടുത്തിടെ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? സനൈ തക്കാച്ചിയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്ത ആരാണ്? ശുഭാൻഷു ശുക്ലയാണ് കേട്ടോ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുത്ത ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാത്താങ്ങിലാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കുക. ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാത്താങ്ങിലാണ് കേട്ടോ, ബരാത്താങ്ങിലാണ്. അടുത്ത ചോദ്യം. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് നദിക്കടിയിലൂടെയുള്ള തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആരംഭിച്ചത്? ബ്രഹ്മപുത്ര കേട്ടോ. പഠിച്ചു വെക്കുക. അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏത് നദിക്കടിയിലൂടെയുള്ള തുരങ്കപാത അഥവാ തുരങ്ക റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് ആരംഭിച്ചത്? ബ്രഹ്മപുത്ര നദിക്കടയിലൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത്രയുമാണ്. ഇനിയും നമ്മുടെ ചാനൽ മാക്സിമം എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കറണ്ട് അഫയേഴ്സുമായിട്ട് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ്സുകൾ ഇടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാമിലാണ് ആ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് ഉണ്ട്, 1 hour ക്ലാസ് ഉണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഡിയോ ക്ലാസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് കയറാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിന് റെക്കോർഡഡ് സെക്ഷൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതുപോലെ തന്നെ PDF നോട്ട്സ്, ലൈവ് ഇൻട്രാക്ഷന്, PDF നോട്ട്സ് തുടങ്ങി മോക്ക് ടെസ്റ്റുകൾ തുടങ്ങിയ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ കോഴ്സ് വരുന്നത്. കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് 6 മാസത്തെ ഡ്യൂറേഷൻ ഉണ്ട്. ഇനി വരുന്ന കമ്പനി ബോർഡ് LGS, അസിസ്റ്റന്റ് പ്രൊഫഷൻ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, ഈ പരീക്ഷയ്ക്കൊക്കെ വേണ്ടുന്ന കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്പർ പിൻ ചെയ്തേക്കാം. ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.